എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നതിനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. പലരും പറയുന്നത് കേൾക്കാം, ഞാൻ എല്ലാ മാസവും വീട്ടിൽ ഭാഗവതം പാരായണം നടത്തിക്കാറുണ്ട്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഭാഗവത പാരായണം വഴിപാട് കഴിക്കാറുണ്ട്. എന്നിട്ടും എനിക്കോ എൻ്റെ കുടുംബത്തിനോ ശാന്തിയും സമാധാനവും ലഭിക്കുന്നില്ല. ഇതിന് കാരണമെന്താണ്? ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഭാഗവത പാരായണം കൊണ്ട് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും വരില്ലേ? ഇങ്ങനെ നൂറുകണക്കിന് സംശയങ്ങളാണ് നമ്മുടെ എല്ലാ ഭക്തർക്കുമുള്ളത്. ഇതിനെല്ലാമുള്ള ഉത്തരമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. 18 പുരാണങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ശ്രീമദ് മഹാഭാഗവതം. ഇത് ഭാരതത്തിൻ്റെ പൗരാണിക തത്വജ്ഞാന ഗ്രന്ഥമെന്നും അറിയപ്പെടുന്നു. അന്വയ വ്യതിരയ യുക്തികളെ അത്യന്തം ലളിതമായി വിവരിക്കുന്നതാണ് ഭാഗവതം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഏതുണ്ടെങ്കിൽ ഈ പ്രപഞ്ചമുണ്ടെന്നും ഏതില്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല എന്നും യുക്തിപൂർവം ഓരോ വ്യക്തികളെയും മനസ്സിലാക്കി തരികയാണ് ഭാഗവതം ചെയ്യുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാര കഥകളിലൂടെയും ഭക്തന്മാരുടെ കഥകളിലൂടെയുമാണ് കടുകട്ടിയായ ഈ തത്വജ്ഞാനത്തെ വളരെ ലളിതമായി ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ഈ കലിയുഗത്തിൽ വിക്ഷലിപ്തമായ മനസ്സിന് ഉടമകളായ മനുഷ്യരെയും സന്മാർഗിക ജീവിതം നയിക്കുന്ന മനുഷ്യരെയും ഒരുപോലെ കണ്ട് അവർക്കൊരു നല്ല മനസ്സിന് ഉടമകളാകുവാനുള്ള തത്വജ്ഞാനോപദേശമാണ് ശ്രീമദ് മഹാഭാഗവതം നൽകുന്നത്. ഇന്ന് ലഭ്യമായ ഭാഗവത മഹാപുരാണത്തിൽ 12 സ്കന്ധങ്ങളിലായി 335 അധ്യായങ്ങളും 14,101 ശ്ലോകങ്ങളുമാണ് ഈ ശ്രീമദ് മഹാഭാഗവതത്തിലുള്ളത്. 18,000 ശ്ലോകങ്ങളടങ്ങിയ ഭാഗവതത്തിന് 12 അധ്യായങ്ങളുണ്ട്. ഓരോ അധ്യായത്തെയും ഓരോ സ്കന്ധം എന്ന് പറയുന്നു. അതിൽ ദശമസ്കന്ധത്തിലാണ് ശ്രീകൃഷ്ണ അവതാരത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. വേദവ്യാസൻ മഹാഭാഗവതം മകനായ ശുഗബ്രഹ്മ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയും ശുഗബ്രഹ്മൻ പരീക്ഷിത്ത് മഹാരാജാവിന് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. മുനിശാപമേറ്റ പരീക്ഷിത്ത് പൂർണ്ണ വിരക്തി വന്നവനായി ജലപാനം പോലുമില്ലാതെ ഗംഗാനദിക്കരയിൽ പ്രായോപവേശം ചെയ്യാനായി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ശുഗബ്രഹ്മ മഹർഷി അവിടെ എത്തിയത്. ശുഗബ്രഹ്മ മഹർഷി ഇത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ഇരുന്ന് ഒരു സൂതനും ഈ കഥ കേൾക്കുവാനിടയായി. കാലം കുറേ കടന്നുപോയപ്പോൾ ശൗനകാദി മുനിമാർ നൈമിഷാരണ്യത്തിൽ ഭൗതിക സുഖത്തിൻ്റെ പരമകാഷ്ഠയായ സ്വർഗലോകം കാക്ഷിച്ചുകൊണ്ട് ഒരു യജ്ഞം ആരംഭിച്ചു. യാദൃശ്യ സൂതൻ അവിടെ എത്തി, ആ യജ്ഞശാലയിലെത്തി. ശുഗമഹർഷിയിൽ നിന്ന് നേരിട്ട് തത്വഗ്രഹണം സാധ്യമായ ശുദ്ധനോട് ശൗനകാദി മുനിമാർ അപേക്ഷിച്ചതിൻ്റെ ഫലമായി സൂതൻ പറയുന്നതാണ് ഭാഗവത കഥ എഴുതപ്പെട്ടിരിക്കുന്നത്. ആ നിമിഷനായ ആത്മാവിൻ്റെ ക്ഷേത്രമാണ് ജഗത്ത്. ജഗത്ത് എന്ന് പറയുന്നത് ബ്രഹ്മശരീരമാണ്. അപ്പോൾ ക്ഷേത്രം എന്താണ്? ആത്മാവ് കുടികൊള്ളുന്ന നമ്മുടെ ശരീരമാണ് ക്ഷേത്രം. ഈ സങ്കല്പമാണ് നമ്മുടെ ഗ്രാമക്ഷേത്രങ്ങളിലും ദേശക്ഷേത്രങ്ങളിലും എല്ലാം ഉള്ളത്. നൈമിഷാരണ്യം എന്ന് ഭാഗവതം പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മശരീരമാകുന്ന ഈ ജഗത്തിനെയാണ്. കാമക്രോധ ലോഭമോഹാദികളാകുന്ന ക്രൂര മൃഗങ്ങൾ നിറഞ്ഞ ഈ നൈമിഷാരണ്യമാകുന്ന ദേഹത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ കർമ്മമായ യജ്ഞം ആരംഭിക്കുമ്പോൾ ഈ യജ്ഞകവാടം സാവധാനമായെങ്കിലും തത്വാന്വേഷണത്തിന് വഴി തുറക്കുന്നുവെന്ന് കാണിച്ചുകൊണ്ടാണ് ഗുരുവായ സൂതൻ അവിടെ എത്തുന്നത്. സൂതൻ ഇവിടെ തത്വസ്വരം എല്ലാവർക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് ഭാഗവതം. ഈ രീതിശാസ്ത്രമാണ് ഭാഗവതത്തിലെ എല്ലാ കഥകളിലും ഒളിഞ്ഞിരിക്കുന്നത്. യൂറോപ്യൻ ഹിസ്റ്റോറിക്കൽ സ്കോളർഷിപ്പ് പറയുന്ന പ്രകാരം 9-ാം നൂറ്റാണ്ടിലോ 10-ാം നൂറ്റാണ്ടിലോ എഴുതിയതായിരിക്കണം ഭാഗവതം. എന്നാൽ ചിലർ പറയുന്നത് സരസ്വതി നദിയെപ്പറ്റി മഹാനദി എന്ന് പരാമർശം ഭാഗവതത്തിലുള്ളതിനാൽ അത് വറ്റിപ്പോകുന്നതിന് മുമ്പ് എഴുതിയതായിരിക്കണം ഭാഗവതം എന്നാണ്. സരസ്വതി നദി ക്രിസ്തുവിന് മുമ്പ് 2000-ലാണ് വറ്റിപ്പോയതെന്ന് പറയുന്നു. ഭക്തിയോഗത്തിൻ്റെ പ്രമുഖ കൃതികളിലൊന്നായി ഹൈന്ദവ തത്വചിന്തയിൽ ഭാഗവതത്തിനെ പറയുന്നു.
ഭാരതമൊട്ടാകെയുള്ള വൈഷ്ണവ ഭക്തിമാർഗത്തിൻ്റെ പ്രമുഖ ഗ്രന്ഥമാണ് ഭാഗവതം. പക്ഷേ അദ്വൈത ചിന്തകരും ഭാഗവതത്തിനെ അദ്വൈതശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പൊതുവെ ഭൗതിക ജീവിതത്തിൽ നിന്നുള്ള വിരക്തിക്ക് ഭാഗവതത്തിൽ പ്രാമുഖ്യം കൊടുത്തു കാണപ്പെടുന്നു. സന്യാസ അവധൂത മാർഗങ്ങളെപ്പറ്റിയും ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഭാഗവതത്തിലെ 11-ാം അധ്യായത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവരോട് അദ്വൈതജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നത് ഉദ്ധവഗീത എന്നറിയപ്പെടുന്നു. ഭഗവത്ഗീതയെപ്പോലെ തന്നെ ഇതും ഒരു മഹത്തായ തത്വജ്ഞാന ഗ്രന്ഥമായി അറിയപ്പെടുന്നു. ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം. പരീക്ഷിത്ത് മഹാരാജാവിന് ശ്രീശുക മഹർഷി ഭാഗവതം ഉപദേശിച്ചത് 7 ദിവസമാണ്. 7-ാം ദിവസം ആത്മജ്ഞാനം ലഭിച്ച മഹാരാജാവ് തക്ഷകൻ എന്ന സർപ്പത്തിൻ്റെ കടിയേറ്റുള്ള മരണം സസന്തോഷം സ്വീകരിച്ചു എന്നാണ് ഐതിഹ്യം. അതിനാൽ അതിനുശേഷം ഭാഗവത കഥയും ഭാഗവതവും 7 ദിവസം കൊണ്ട് പാരായണം ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു പതിവ് വളർന്നു വന്നു. ഇതിനെ ഒരു യജ്ഞമായാണ് കണക്കാക്കുന്നത്. ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം എന്ന് ഇതറിയപ്പെടുന്നു. ഇന്ന് കേരളക്കരയിൽ ഭക്തജനങ്ങൾ പിന്തുടരുന്ന ഭാഗവതം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ശ്രീമദ് ഭാഗവതം കിളിപ്പാട്ടാണ്. ഇന്ന് ഹിന്ദു ഭവനങ്ങളിൽ ഏത് വിശേഷ അവസരങ്ങളിലും ശ്രീമദ് ഭാഗവത പാരായണം നടത്തിക്കുക എന്നൊരു സമ്പ്രദായമുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് ഒരു കുടുംബത്തിൽ ദോഷങ്ങളൊന്നും മാറുന്നില്ല എന്നത് കേട്ടുകേൾവിയാണ്. പൂർവിക ആചാര്യന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞു വച്ചിട്ടുള്ളത് ഇപ്രകാരമാണ്. കുടുംബം പുലർത്താൻ വേണ്ടി വേദമന്ത്രങ്ങൾ വിറ്റ് ശ്രീമദ് ഭാഗവതം ചൊല്ലുന്നവരെയും ഇതിനെ ബിസിനസ്സായി കാണുന്നവരെയും ഭാഗവത പാരായണത്തിൽ നിന്നും ഒഴിവാക്കണം. ഇത്തരം ഭൗതികവാദികളിൽ നിന്ന് ശ്രീമദ് ഭാഗവതം മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. 90കളിലൊക്കെ നമുക്കറിയാം, വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ഭൗതിക സുഖങ്ങളോട് ആസക്തിയില്ലാത്ത ഭഗവത് മാനസങ്ങളായിരുന്നു അക്കാലഘട്ടങ്ങളിലെ പാരായണക്കാർ. രാവിലെ മുതൽ ഒറ്റയ്ക്കിരുന്ന് പാരായണം ചെയ്യുന്നതിൽ അവർക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നൊരു സാധാരണ കുടുംബത്തിൽ പോലും പാരായണം ചെയ്യുന്നതിന് 2 പേർ വേണം എന്ന സ്ഥിതിയായി. വൈകിട്ട് ലഭിക്കുന്ന ദക്ഷിണ സന്തോഷത്തോടു കൂടി അവർ വാങ്ങിക്കൊണ്ടു പോകുമായിരുന്നു. ഇന്ന് റേറ്റ് പറഞ്ഞ് ചെയ്യുന്ന പ്രൊഫഷണൽ പാരായണക്കാരാണ് ഏറ്റവും കൂടുതൽ. ഇന്നും വീട്ടുകാർക്ക് വൻ തുക മുടക്കി പ്രൊഫഷണൽ പാരായണക്കാരെ വിളിക്കുന്നതിനാണ് താല്പര്യം. ആ വായനക്കാർക്ക് 4000 ആയി എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു ഗമയാണ് ആ മുഖത്ത് നെല്ലിക്കുന്നതെന്നറിയാമോ? ഇവിടെയാണ് ശ്രീ ഗായത്രി മഠം ശ്രീ ഗായത്രി മഠം നൂറ്റാണ്ടുകളായി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഭാഗവത പാരായണ വിധികൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കി തരുന്നതിനായിട്ട് ശ്രമിക്കുന്നത്. ഏതാണ്ട് 9-10 നൂറ്റാണ്ടുകളിൽ തമിഴ്നാട്ടിലെ കുംഭകോണത്തു നിന്നും ഇന്നത്തെ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് കുടിയേറി പാർത്ത പ്രമുഖ ശൈവ കുടുംബമാണ് ശ്രീ ഗായത്രി മഠത്തിലെ ഇന്നത്തെ അവകാശികൾ. ജാതീയ ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ജംഗമ സന്യാസിമാരായി കുടില് തൊട്ട് കൊട്ടാരം വരെ യാത്ര ചെയ്ത് ശിവകഥകൾ പറഞ്ഞുകൊടുത്ത് ഭക്തരിൽ ഈശ്വരവിശ്വാസം ഉണ്ടാക്കുകയും അവർക്ക് അവരുടേതായ രീതിയിൽ ഈശ്വരാരാധന നടത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നവരായിരുന്നു പൂർവികർ. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങൾ അങ്ങനെ രൂപം കൊണ്ടവയാണ്. ഓച്ചിറ, ശാർഗക്കാവ് ക്ഷേത്രങ്ങൾ അതിന് ഉദാഹരണമാണ്. ശ്രീനാരായണ ഗുരുവിനു മുമ്പ് ആറാട്ട് വേലായുധപ്പണിക്കർക്ക് ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് മറ്റത്ത് വിശ്വനാഥ ഗുരുക്കൾ എന്ന ശൈവാചാര്യനാണ്. ഹരിപ്പാടുള്ള പ്രമുഖ ബ്രാഹ്മണ കുടുംബം സന്തതികളില്ലാതെ അന്യം നിന്നു പോകുന്ന ഒരു അവസ്ഥയിൽ ആ ദമ്പതികൾ കാശിക്ക് പോകാൻ തീരുമാനിക്കുകയും അവരുടെ കുടുംബക്ഷേത്രമായ വെട്ടിത്തറ ശ്രീ ഭഗവതി ക്ഷേത്രവും ഏക്കർ കണക്കിന് സ്ഥലങ്ങളും ഈ ശൈവ കുടുംബത്തെ ഏൽപ്പിച്ചു പോവുകയും ചെയ്തു. അക്കാലം തൊട്ടാണ് അവരുടെ നിർദ്ദേശപ്രകാരം ഈ കുടുംബത്തിലെ കാരണവന്മാർ ഭാഗവത പാരായണത്തിന് ശ്രദ്ധ നൽകിയത്. നൂറ്റാണ്ടുകളായി തുടരുന്ന ആ പാരമ്പര്യം ഇന്നും നിലനിർത്തുന്നു. അതേ ചിട്ടകളോട് തന്നെയാണ് ഇന്നും ഭാഗവത പാരായണം ചെയ്യുന്നത്.
ഒരു കുടുംബത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുന്നതിന് വീട്ടിലെത്തി തൻ്റെ പട്ടിൽ പൊതിഞ്ഞ കൊച്ചു കുടുക്കയിൽ നിന്നും വിധിപ്രകാരം പൂജിച്ച അഘോരഭസ്മം നൽകുന്ന ഈ ജംഗമർത്തൻ്റെ ഭാഗവത പാരായണത്തിനും അതേ പ്രാധാന്യം കൊടുത്തു എന്നത് ശ്രദ്ധേയമാണ്. ഇന്നത്തെ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകളും മറ്റും കൊണ്ട് വളരെ കുറച്ചുപേർ മാത്രമാണ് ഇപ്പോൾ ഈ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നത്. ഒരു ഭഗവത് പൂജയാണ് ശ്രീമദ് ഭാഗവത പാരായണം. ഭഗവത് ഭക്തിയായ ഒരു ദരിദ്രയായ അമ്മയുടെ വീട്ടിൽ പാരായണം നടത്തുവാനായിരിക്കും ഭഗവാൻ അന്ന് നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് കിട്ടുന്നത് എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാം. അത് സന്തോഷത്തോടു കൂടി വാങ്ങിക്കൊണ്ടുവരിക, അതിൽ നിന്നും ഇത്ര പെർസെൻറ്റേജ് സാമൂഹ്യ സേവനത്തിന് ചെലവഴിക്കുക. അതിന് ദശോഹ എന്നാണ് പാരമ്പര്യമായി പറഞ്ഞു വരുന്നത്. മറ്റ് പലരെയും പോലെ തന്നെ ഭൗതികതയിൽ ആസക്തി വർദ്ധിക്കുമ്പോൾ മറ്റ് ജോലികൾ തേടി പോകുന്നു ഇന്ന് പലരും. പറഞ്ഞത് പാരായണം പണമുണ്ടാക്കാനുള്ള മാർഗമല്ല, അത് ഭഗവത് പൂജ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും പാരായണത്തിന് പോകുന്നവർക്ക് ചില ചിട്ടകളുണ്ട്. ഒരു വീട്ടിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുന്നതിനും ഋതുക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിനും വേണ്ടിയാണ് ശ്രീമദ് മഹാഭാഗവതം വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരുടെ പേരിലാണോ പാരായണം വഴിപാടായി സമർപ്പിക്കുന്നത് ആ വ്യക്തി പാരായണത്തിൻ്റെ ആദ്യ അവസാനം അവിടെ ഉണ്ടാകണം. ആ വ്യക്തിക്ക് അസൗകര്യമുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത ആളുകളുണ്ടായിരിക്കണം. ക്ഷേത്രത്തിലായാലും സ്വന്തം ഭവനത്തിലായാലും ഇത് അത്യാവശ്യമാണ്. രാവിലെ പിതൃക്കൾക്ക് ബലിതർപ്പണാദികൾ കഴിഞ്ഞതിന് ശേഷമാണ് ഭാഗവത പാരായണം ആരംഭിക്കുന്നത്. ഭാഗവത പാരായണത്തിൽ ശ്രോതാവായിരിക്കുന്ന ആൾക്കും പാരായണം ചെയ്യുന്ന ആൾക്കും 9 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ നിർബന്ധമാണ്. പാരായണത്തോടൊപ്പം വിഷ്ണു സഹസ്രനാമാർച്ചനയും സർവൈശ്വര്യ പൂജയും ഉണ്ടായിരിക്കുന്നതാണ്. ഭാഗവത പാരായണത്തിന് ശേഷം ആരുടെ പേരിലാണ് വഴിപാടുകൾ നടത്തിയത് ആ വ്യക്തിയുടെ ഐശ്വര്യത്തിനായി നിർദ്ദേശിക്കുന്ന വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. തുടർന്ന് പാരായണകർത്താവിന് തൻ്റെ കഴിവിനനുസരിച്ച് അന്നവസ്ത്രാദികളും ദക്ഷിണയും നൽകി തീർത്ഥം സേവിച്ച് പാരണ വീട്ടാം. ഇതാണ് ശ്രീ ഗായത്രി മഠത്തിൽ നിന്നും നൂറ്റാണ്ടുകളായി ചെയ്തു പോരുന്ന പാരായണ രീതികൾ. വേദങ്ങൾ പറയുന്നത് ഇപ്രകാരമാണ്: യസ്യ ദേവേ പരഭക്തി എന്നാണ്. കൃഷ്ണൻ്റെയും ഭക്തനായ ആത്മീയ ഗുരുവിൻ്റെയും പാദങ്ങളിൽ അചഞ്ചലമായ വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ ശ്രീമദ് ഭാഗവതം ചൊല്ലാൻ കഴിയൂ. ആത്മീയ ഗുരുവിൽ നിന്ന് ശ്രീമദ് ഭാഗവതം മനസ്സിലാക്കാൻ ശ്രമിക്കണം. വേദങ്ങൾ തുടർന്നിങ്ങനെ പറയുന്നു: ഭക്ത്യ ഭാഗവതം ഗ്രഹ്യം ന ബുദ്ധ്യാ ന ചഡികായ. ഭക്തിപൂർവമായ സേവന പ്രക്രിയയിലൂടെയും ഒരു ശുദ്ധഭക്തൻ്റെ പാരായണം കേട്ടുകൊണ്ടും ഒരാൾ ശ്രീമദ് ഭാഗവതം മനസ്സിലാക്കണം. വേദസാഹിത്യത്തിലെ ശ്രുതി, സ്മൃതി എന്നിവയുടെ നിർദ്ദേശങ്ങളാണിവ. ശിഷ്യപരമ്പരയിലില്ലാത്തവർക്കും ശുദ്ധഭക്തരല്ലാത്തവർക്കും ശ്രീമദ് ഭാഗവതത്തിൻ്റെയും ശ്രീമദ് ഭഗവത്ഗീതയുടെയും യഥാർത്ഥമായ നിഗൂഢ ലക്ഷ്യം മനസ്സിലാക്കുവാൻ കഴിയില്ല. ഇപ്പോൾ എങ്ങനെയാണ് ഭാഗവത പാരായണം വഴിപാടായി നടത്തേണ്ടതെന്നും കൂടുതൽ ഫലസിദ്ധി ലഭിക്കുന്നതിനായി എന്തൊക്കെ ചെയ്യണമെന്നും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സംശയമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.